നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. ആ വിശ്വാസത്തോടെ ഇത്രയും കാലം എൻ്റെ ചാനലിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യാതെ സ്റ്റേ ബാക്ക് ചെയ്ത ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, സോ ഇനി പഠിക്കാൻ പോകുന്നത് എൻ്റെ അനിയത്തിയുടെ മോളുടെ കൂടെയാണ്. എൻ്റെ നീസ് പേര് പ്രൻഷി, 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇവളും നിങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കും. ഓക്കെ, ഷീൽ ബി എ പാർട്ട്ണർ ഫോർ യു അലോങ് വിത്ത് മീ. ഓക്കെ, നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കാനൊരു അറ്റംപ്റ്റ് നടത്തും. സോ വെൽക്കം ടു മൈ വീഡിയോ പ്രൻഷി. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാം? ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാൻ പറഞ്ഞാൽ ടിപ്സ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. കാരണം അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കണോ ഇല്ല കോംപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കണോ എന്നൊക്കെയുള്ളത്. ഒരു ഈസി ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണമെങ്കിൽ, ഇപ്പം നീ ഇപ്പോൾ 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, ഇപ്പം നിൻ്റെ അമ്മ അങ്ങനെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഹെൽത്ത് നോക്കണമെങ്കിൽ സാധാരണ എന്താ അവരൊക്കെ ചെയ്യാം? വീട്ടിലിരിക്കുന്ന നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കും. ഓക്കെ, അത് ഒരു ടൈപ്പ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയട്ടെ. ചിലർ വീട്ടിലിരിക്കുന്ന നല്ല ഭക്ഷണം കഴിച്ച്, ഫ്രണ്ട്ഷി പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിച്ച് വാക്കിംഗ് ചെയ്ത് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് നന്നായി ഹെൽത്തി ആയിട്ടിരിക്കും. ഇനിയൊരു സെറ്റ് ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാശ് കൊടുത്ത് ജിമ്മിൽ പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്തിട്ട് ഹെൽത്ത് നോക്കും. ഓക്കെ, ഇനിയൊരു ടൈപ്പ് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം പോയി ഹെൽത്ത് നോക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഓക്കെ, ഇപ്പോൾ സഡൻലി വെയിറ്റ് കൂടിപ്പോയി, ഓക്കെ, ഇല്ല ആരുടെയെങ്കിലും കല്യാണം വന്നു, അപ്പോൾ എനിക്കത് വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സമയത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ആ സമയത്ത് മാത്രം ഹെൽത്ത് നോക്കലും മറ്റു സമയത്തൊക്കെ വലിച്ചു വാരത്തിനും എന്ത് കിട്ടിയാലും തന്നെ അങ്ങനെയുള്ളവരും. അപ്പോൾ അതെങ്ങനെയാണോ നമ്മൾ 3 പ്രോസസ്സായിട്ട് കാണുന്നത്, അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. നമ്മുടെ ചോയ്സാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്ഷിക്ക് വീട്ടിലിരുന്ന് ഫ്രണ്ട്ഷിയുടെ കൺവീനിയൻറ്റ് ടൈമിലിരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് എങ്ങനെ ഈസി ആക്കണമെന്ന് ഫ്രണ്ട്ഷി വേണം ഡിസൈഡ് ചെയ്യാം. ഇല്ല ഫ്രണ്ട്ഷിയുടെ അമ്മേൻ്റെ അച്ഛൻ്റെ നിറയെ പൈസ ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അതും ഫ്രണ്ട്ഷിയുടെ താല്പര്യം. മൂന്നാമത്തത്, ഫ്രണ്ട്ഷിക്ക് ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പോകുന്നതിന് ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അതിന് മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫ്രണ്ട്ഷിയുടെ അമ്മയും അച്ഛനും ഇരുന്ന് ഫ്രണ്ട്ഷിയെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള ടൈപ്സും ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഏത് പഠിച്ചാലും നമുക്ക് നല്ലത്? ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിച്ചു വെച്ചാൽ നല്ലത്. എങ്ങനെ പഠിച്ചു വെച്ചാൽ ഇപ്പോൾ ഈ 3 ഓപ്ഷൻ പറഞ്ഞില്ല, അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് നല്ലത്? നമ്മള് വീട്ടിലിരുന്ന് പഠിക്കണം. വീട്ടിൽ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ പഠിക്കും, അല്ലേ? എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ പഠിക്കും. എനിക്ക് എങ്ങനെ പഠിക്കാൻ തോന്നുന്നു അങ്ങനെ ഞാൻ പഠിക്കും. സോ അതേ ഓപ്ഷൻ തന്നെ എനിക്കും പറയാനുള്ളൂ. എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഫ്രണ്ട്ഷിയുടെ ചോയ്സാണ്. അതിപ്പോൾ ഈസി ആക്കിയിട്ട് പഠിക്കണോ ഇല്ല കോംപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കണോ ഇല്ല കഷ്ടപ്പെട്ട് പഠിക്കണോ എന്നുള്ളതൊക്കെ ഫ്രണ്ട്സ് ഡിസൈഡ് ചെയ്താൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കാണോ പഠിക്കേണ്ടത് അവർ തീരുമാനിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇതെന്താ ഈ പറയണത്, ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈസി ആണെന്നുള്ളത്. ആ പേഴ്സൺ തന്നെ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സ് കോംപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും. കഷ്ടം, അയ്യോ ഇംഗ്ലീഷ് ഇത്രയും കഷ്ടപ്പെട്ട ലാംഗ്വേജ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കഷ്ടമുള്ള ലാംഗ്വേജ് ഒന്നും അല്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എത്ര പേര് ഇനിയൊരു ലാംഗ്വേജ് പഠിക്കുന്നവരുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഹിന്ദിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ, ഹിന്ദി പറയുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല ഭയ്യ കേസേ ഹോ ചോദിക്കുന്നില്ല. അതിപ്പോൾ പ്രോപ്പർ ഗ്രാമറോ പ്രോപ്പർ പ്രൊനൗൺസിയേഷനോ പഠിച്ചിട്ടൊന്നും അല്ല നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ ഇപ്പോൾ കേരളത്തിൻ്റെ ബോർഡറായ തമിഴ്നാട്ടിലെ ആളുകൾ അണ്ണാച്ചി എബി ഇരിക്കീങ്ക ചോദിക്കുന്നില്ലേ. ഇതൊക്കെ നമ്മൾ വന്നിട്ട് ഗ്രാമർ പഠിച്ചിട്ടോ ഇല്ല വൊക്കാബുലറി പഠിച്ചിട്ടോ ഒന്നുമല്ല പഠിക്കുന്നത്. നമുക്ക് നമ്മളുടെ സറൗണ്ടിങ് അങ്ങനെയാണ്, നമ്മുടെ ചുറ്റുപാടുകളുടെ കാര്യങ്ങൾ വെച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെ ഇംഗ്ലീഷ് നമ്മുടെ ചുറ്റുപാടുകളിൽ കൊണ്ടുവരണം. നമ്മൾ അടുത്തുള്ള ആരെങ്കിലും, ഇപ്പം നമ്മൾ സാധാരണ വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ടെന്ന് വെച്ചോ, ആ നായ്ക്കുട്ടീൻ്റെ അടുത്ത് ബോൾ എറിഞ്ഞെടുത്തിട്ട് ക്യാച്ച് എന്ന് പറയും. ഇപ്പം അതിനിപ്പോൾ ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, അല്ലേ? ഇപ്പം നമുക്ക് എന്നാലും നമ്മൾ വി ആർ മേക്കിംഗ് ആൻ അറ്റംപ്റ്റ്. പോയി പഠിക്കുന്ന വന്ന് നായ്ക്കുട്ടീനെ പഠിപ്പിക്കും, കം ഫുഡ് തിന്നെ, ഇറ്റ്സ് ടൈം ടു ഈറ്റ് ഫുഡ്, ഈറ്റ് എന്നൊക്കെ പറയില്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇംഗ്ലീഷിനെ കൊണ്ടുവരണം. നടക്കുമ്പോഴാണെങ്കിലും നമ്മൾ പറയണം ഐ എം വാക്കിംഗ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം ഐ എം ഈറ്റിംഗ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ മാത്രമോ ഇല്ല നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് മാത്രമുള്ള വാക്കുകൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇംഗ്ലീഷിൽ കൊണ്ടുവരണം. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര അറിവുണ്ട് ഇംഗ്ലീഷിൽ എന്നുള്ളത് കണ്ടുപിടിക്കണം.
ഇപ്പൊ ഈ റൂമിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫ്രണ്ട്ഷിക്ക് പറയാൻ പറ്റും? എന്തൊക്കെ ഉണ്ട് ഈ റൂമില്? വാച്ച് ഉണ്ട്, ഫോട്ടോ ഫ്രെയിം ഉണ്ട്, TV ഉണ്ട്, സ്വിച്ച് ബോക്സ് ഉണ്ട്, ഡോർസ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതില് നമ്മൾ എത്ര വാക്കുകൾ ഇംഗ്ലീഷ് അല്ലാണ്ട് മലയാളത്തിൽ പറയും ഈ വാക്കുകളിനൊക്കെ? മലയാളത്തിലാ? ഇപ്പൊ ടിവിന്റെ മലയാളത്തിൽ എന്താ അറിയാം? അറിയില്ല. ഡോറിന് എന്താ മലയാളത്തിൽ പറയാം? വാതിൽ. ആ, വാതില് അല്ലേ? അപ്പൊ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മലയാളം വരും, പക്ഷെ കൂടുതൽ വരുന്നത് ഏതാണ്? ഇംഗ്ലീഷാണ്. ഇപ്പൊ ഈ സോഫനെ സോഫ എന്നല്ലാണ്ട് വേറെ എന്താ പറയാ മലയാളത്തിൽ ചോദിച്ചാൽ എനിക്കറിയില്ല അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെയറിനെ മലയാളത്തിൽ വെച്ചാൽ നാൽക്കാലി എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ആ നാൽക്കാലി എടുത്തിട്ട് ഇടുന്നൊക്കെ പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഗുഡ് മോർണിംഗ് എന്ന് പറയാത്ത ആരും ഉണ്ടാവില്ല. എൻ്റെ അറിവിൽ ഏത് കാലത്തും ഗുഡ് മോർണിംഗ് പറയും ആൾക്കാർ. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കോവിഡ് ടൈം എടുക്കാം. ഇപ്പൊ കോവിഡ് ടൈമില് നമ്മൾ കേൾക്കാത്ത കുറെ വാക്കുകൾ പഠിച്ചു. എന്തെങ്കിലും ഓർമ്മയുണ്ടോ അതിലത്തെ? പറ. ലോക്ക്ഡൗൺ, പിന്നെ പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ മാസ്ക്, വെരി ഗുഡ്. പിന്നെ കൊറോണ സ്യൂട്ട്, വാക്സിൻ, ഇത്രയൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? സോ ഇതൊക്കെ നമ്മൾ ആ സിറ്റുവേഷനിൽ ആയതുകൊണ്ട് നമ്മൾ പഠിച്ചതല്ലേ. ഇപ്പൊ അതിന് മുമ്പേ നമുക്ക് മാസ്ക് എന്നുള്ള സംഭവം അറിയും, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്ന വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സാധാരണ ഇങ്ങനെ പറയാൻ. കാരണം നമ്മൾ പലപ്പോഴും അത് കൊറോണ വന്ന ശേഷമാണ് മാസ്ക് എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ ലോക്ക്ഡൗൺ, ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വീട് പൂട്ടാന്ന് എല്ലാവർക്കും അറിയാം. വീട് പൂട്ടുക, അലമാര പൂട്ടാന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ലോക്ക്ഡൗൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം ഈ നാട് മൊത്തം ലോക്ക് ചെയ്യലാണ് ലോക്ക്ഡൗൺ അല്ലേ. അപ്പൊ പിന്നെ അടുത്ത വാക്ക് ക്വാറന്റീൻ. അതൊരു പുതിയ വാക്ക്. നമ്മൾ എത്ര വയസ്സായവരും ഇപ്പൊ നമ്മുടെ വീട്ടിൽ പറയും, ആ കോവിഡ് വരുന്നത് ഇത്ര, ക്വാറന്റീനിൽ ഇരിക്കേണ്ടി വരുന്നു അല്ലെ, ഐസൊലേഷനിൽ ഇരിക്കേണ്ടി വരുന്നു അല്ലെ, ഐസൊലേഷൻ വാർഡ്, ഐസൊലേഷനിൽ ഇരിക്കണം, ക്വാറന്റീനിൽ ഇരിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചത് ആ കൊറോണയുടെ സിറ്റുവേഷനിൽ നമ്മൾ ഇരുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പൊ അതേപോലെ നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷനിലെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ ഇരിക്കുന്ന സറൗണ്ടിങ്ങിലെ വാക്കുകൾ. ഇപ്പൊ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മളിപ്പോൾ അടുക്കളയിൽ പോയിട്ട് നമ്മൾ പണിയെടുക്കുന്നു. ഇപ്പൊ കിച്ചണിന്റെ ഉള്ളിൽ പോയി ഓരോന്നും നമ്മൾ ഓരോ ക്യാബിനും തുറന്ന് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഐ എം ഓപ്പണിങ് ദിസ് ക്യാബിൻ ടു ടേക്ക് സംതിങ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇംഗ്ലീഷിനെ കൊണ്ടുവരണം. അതൊരു ആക്ടിവിറ്റി ആയിട്ടല്ല, അത് നാച്ചുറലായിട്ട് നമ്മുടെ ദിനം പ്രതി ചെയ്യുന്ന കാര്യങ്ങളിൽ ആഡ് ആക്കണം. അല്ലാണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇന്നൊരു വാക്ക് പഠിച്ച് ഡെയിലി ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഡിക്ഷണറി പഠിക്കണം. അപ്പം ഞാൻ ഏതൊരു ഫ്രേസ് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയതായിരുന്നു, വേർഡ് എ ഡേ കീപ് ദ ഡിക്ഷണറി അവേ, കീപ്സ് ദ ഡിക്ഷണറി അവേ. അതൊന്നും സത്യമല്ല. കാരണം ഇന്ന് പഠിച്ച വാക്ക് എനിക്കിപ്പോൾ അടുത്ത ആഴ്ചയോ ഇല്ല 10 ദിവസം കഴിഞ്ഞിട്ട് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർക്കും. ആ വാക്കുകൾ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഓർക്കും, ഇല്ലെങ്കിലോ ഞാൻ മറന്നു. റൈറ്റ്. സോ അതുകൊണ്ട് അങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. വാക്കുകൾ പഠിക്കുന്നത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ മാത്രം ആദ്യം പഠിച്ചെടുക്കുക. ഇപ്പോൾ കിച്ചണിൽ പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ചായപ്പൊടി എന്നൊക്കെ പറയണില്ലേ, അതിൻ്റെയൊക്കെ ഇംഗ്ലീഷുകൾ ആദ്യം പഠിക്കുക അല്ലേ. അങ്ങനെ കുറച്ചായിട്ട് നമ്മളിരിക്കുന്ന സറൗണ്ടിങ്ങിൽ ഓരോ കാര്യങ്ങൾ, നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ എവിടേക്കാണ് പോകുന്നത്, അങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ചുണ്ടാക്കണം. അതായത് അത് മനസ്സിലേക്ക് കയറ്റണം. അത് വിൽ ഹാവ് ടു യൂസ് ഇറ്റ് എവറി ഡേ. നമ്മളിപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്തും നമ്മളിപ്പോൾ ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, ഓക്കെ, ഐ എം വാക്കിംഗ് ടു ദ കിച്ചൺ, ഐ എം വാക്കിംഗ് ടു ദ ഹാൾ. ഇതൊക്കെ ചെറിയ സെന്റൻസസ് ആണ്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ കൊണ്ടുവരണം. മനസ്സിലായോ? എങ്ങനെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഡെയിലി അത് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഇംഗ്ലീഷും കഴിക്കണം. വെരി സിമ്പിൾ. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ എല്ലാത്തിലും ഇംഗ്ലീഷ് കൊണ്ടുവരണം. പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ ഒരാളെ നോക്കി അയാളെ പോലെ തന്നെ സംസാരിക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ പലരെയും നോക്കിയിട്ടോ ഇല്ല അവൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കളിയൊക്കെ ഉണ്ടാവും അല്ലേ. അന്ന് വായി പോകുന്ന പോക്ക് കണ്ടില്ലോ, ഇംഗ്ലീഷേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ പേരെ കളിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം. ആക്ച്വലി ഞാൻ അതുപോലെ എങ്ങനെ സംസാരിക്കാം, ഓക്കെ. ഇത് ഒരു എന്താ പറയുക, ഇതിപ്പോ ഒരു ആഗ്രഹം മാത്രമല്ലാണ്ട് ഞാൻ അതുപോലെ ഇരിക്കണം എന്നുള്ളൊരു ഇമാജിനേഷൻ നിങ്ങൾക്ക് വേണം. ഇപ്പം അത് നിങ്ങളുടെ കൂടെ പഠിച്ചവരായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിരിക്കാം, ഇല്ല പ്രോബബ്ലി നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു TV പേഴ്സണാലിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ ആണെങ്കിലും കുഴപ്പമില്ല.
ആരെങ്കിലും ഒരാളെ മനസ്സിൽ വെച്ച് അയാളെ പോലെ ഞാൻ സംസാരിക്കണം, അവരെ പോലെ ഞാൻ സംസാരിക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്യുക. മേക്ക് ദ പേഴ്സൺ ആസ് എ റോൾ മോഡൽ. എന്നിട്ട് അവർ സംസാരിക്കുന്ന ആ സ്റ്റൈല് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആയും, പിന്നെ അത് ഇറ്റ് വിൽ ബിക്കം യുവർ ഓൺ സ്റ്റൈൽ. അത് ഓവർ പീരീഡ് ഓഫ് ടൈം അത് ചേഞ്ച് ആവും. നമ്മൾ നിറയെ പഠിക്കുമ്പോൾ എന്താവും അറിയോ, നമുക്ക് നമ്മുടേതായ സ്റ്റൈൽ വരും. അത് കോപ്പി ചെയ്യുന്ന സ്റ്റൈലാവില്ല, അതൊരിക്കലും കോപ്പി ചെയ്യുന്ന സ്റ്റൈലാവില്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കോപ്പി ചെയ്യും. ഓക്കെ, പിന്നെ ഇന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഇന്ന സമയത്ത് ഞാൻ പഠിക്കൽ സ്റ്റോപ്പ് ചെയ്യുന്നുള്ള ഒരു ടൈം ടേബിളോ ഇല്ല ടൈം ഫ്രെയിമോ വെച്ച് പഠിക്കാൻ തുടങ്ങരുത്. നമ്മുടെ കൺവീനിയൻസിന് നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പഠിക്കൽ. അതായത് ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇന്നെന്താ പഠിക്കുക എന്നുള്ളത് ഡെവലപ്പ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അല്ലാണ്ട് ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് പഠിക്കരുത്. അതേപോലെ ഒരു ടൈം ഫ്രെയിമോ ഇല്ല ടൈം ടേബിളോ വെച്ച് പഠിക്കരുത്. നമുക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ പഠിക്കുക. എപ്പോൾ ആ ഇൻട്രസ്റ്റ്, ഇന്ന് ഞാൻ എന്ത് പഠിക്കുന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ അന്ന് ചെയ്യുക, അപ്പം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോ? ഇനി വാക്കുകൾ പഠിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഇംഗ്ലീഷ് ഇസ് വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേജ് ഓഫ് വേർഡ്സ്. ഇപ്പോൾ നമുക്ക് പേരുകൾ പഠിക്കാൻ ഈസിയാണ്. ഇപ്പോൾ ചെയർ, ടേബിൾ, ഫോൺ, ഡോർസ്, അങ്ങനെയുള്ള വേർഡ്സ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ വേർഡ്സും പറയും, അതായത് വേർബ്സ്. അതിലാണ് ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരു സിനിമയ്ക്ക് പോയി, ഞാൻ സിനിമ കണ്ടു എന്ന് പറയും. ഇപ്പോൾ ആ കണ്ടു എന്നുള്ളൊരു വാക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഫസ്റ്റ് വാക്ക് എന്താ പറയുക? വാച്ച് ഓർ സോ. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ മീനിങ് ആണല്ലേ വരുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഐ സോ എ മൂവി എന്നേ പറയുള്ളൂ. ഐ സോ ദ മൂവി. ഓക്കെ, അങ്ങനെ പലരും പറയുള്ളൂ. ഓക്കെ, ഐ സോ ദ മൂവി ജയിലർ. ഓക്കെ, പക്ഷേ സോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ കറക്റ്റാണ്. ഞാൻ സിനിമ കണ്ടു, ഞാൻ ജയിലർ കണ്ടു പറയുമ്പോൾ കറക്റ്റാണ്. ഇംഗ്ലീഷ് ഞാൻ കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പറഞ്ഞില്ലേ, ഒത്തിരി ഇല്ലെങ്കിലും ഒരു ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഒരേ പോലത്തെ മീനിങ് ഉണ്ട്. ഒരു 3 വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സീ, ഒന്ന് ലുക്ക്, ഇനി ഒന്ന് വാച്ച്. ഓക്കെ, സീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുക. അതായത് തന്നെയാണ് വാച്ചിൻ്റെ മീനിങ് വരുന്നത് അല്ലേ? ഐ സോ എ മൂവി എന്ന് പറയുമ്പോൾ. അപ്പോൾ അടുത്തത് ലുക്ക്, ഇനി ഒന്ന് വാച്ച്. ഫസ്റ്റ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം കാണുന്നു, അത് എൻ്റെ കണ്ണിന് ഞാൻ ആഗ്രഹിച്ചതല്ല. അതായത് വിത്ത് ഇൻറ്റൻഷൻ അല്ല, അതൊരു വേണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയതല്ല. ഇപ്പം നമ്മളിവിടെ ഇരിക്കണം, ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറ കണ്ടു അല്ലേ? ക്യാമറ കണ്ടു. അപ്പം നമ്മളിങ്ങോട്ട് നോക്കിയപ്പോൾ, അല്ലാതെ ഒരു വേണമെന്ന് വെച്ച് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെയാണ് സീ എന്ന് പറയുക. വിത്തൗട്ട് എൻ ഇൻറ്റൻഷൻ ഓർ അറിയാതെ നടന്ന സംഭവം. അപ്പം ഞാൻ നിങ്ങളെ അവിടെ മാർക്കറ്റിൽ നിന്ന് കണ്ടു. അപ്പം നമ്മൾ അയാളെ കാണാൻ പോയതല്ല, അത് അവരെ കാണാൻ പോയതല്ല. പക്ഷെ നമ്മൾ അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ ഐ സോ യു അറ്റ് ദ മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഫ്രേസ് ലുക്ക്. ഐ ലുക്ക്ഡ് അറ്റ് യു എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് തോന്നുന്നത്? ഞാൻ നോക്കി നിങ്ങളെ നോക്കി. അതായത് എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട്, എനിക്കൊരു പർപ്പസ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട് നിങ്ങളെ നോക്കുന്നതിനാൽ. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ആ ഒരു സംഭവത്തിന് ഞാൻ നോക്കി. ഇനിയൊന്ന് മൂന്നാമത്തെ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച്. വാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവി എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ മൂവിങ് ആണ് അല്ല, ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ്. സോ അത് എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ കാണുമ്പോൾ അത് മൂവിങ് ആണെങ്കിൽ, അതിനൊരു ചലനം ഉണ്ടെങ്കിൽ വി ഷുഡ് സേ വാച്ച്. ഐ ആം വാച്ചിങ് എ മൂവി, ഐ ആം വാച്ചിങ് യുവർ ഡാൻസ്. ഓക്കെ, ഐ സോ യു ഡാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? നീ ഡാൻസ് ചെയ്യുന്നത് കണ്ടു. പക്ഷെ ഐ ആം വാച്ചിങ് യുവർ ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, അതൊരു പ്രോസസ്സാണ്, അത് കുറച്ച് നേരത്തെ നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. മനസ്സിലായോ? അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത ഫ്രേസ് എടുക്കാം. അപ്പോൾ ക്യാച്ച് ആൻഡ് ഹോൾഡ്. ഇപ്പം ഞാനൊരു ബോൾ എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ആരെങ്കിലും ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി മൂപ്പരെ പിടിക്കും അല്ലേ? ഇപ്പം ഞാൻ ഫ്രണ്ട്സിയുടെ കയ്യിൽ ഇതൊന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതെങ്കിൽ ഐ കനോട്ട് സേ ക്യാച്ച് ഇറ്റ് എന്ന് പറയാം. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഓക്കെ, യു ഷുഡ് ലൈക്ക് ഹോൾഡ് ദിസ് ഫോർ മീ. ഒന്ന് പിടിക്കുമോ, എനിക്ക് വേണ്ടി ഞാൻ എപ്പോൾ വരാം, ഒന്ന് പിടിക്കുമോ. അത് പറഞ്ഞിട്ട് എന്തെങ്കിലും കൈ തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യാന്ന് പറയണം. മനസ്സിലായി? അത് ക്യാച്ച് ചെയ്തോന്ന് എനിക്ക് വേണ്ടി ഒന്ന് ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഏതോ ഒരു കറക്റ്റ് അല്ലാത്ത പോലെ തോന്നുന്നില്ലേ? അതാണ് ഇംഗ്ലീഷ്.
ഒരു ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഹിയർ ആൻഡ് ദെയർ ഉണ്ട്, പക്ഷെ ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ചെറിയ വാക്കുകൾ പഠിച്ച് അതിൻ്റെ റൈറ്റ് മീനിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളത് എങ്ങനെ കാണുന്നത് ഇൻട്രസ്റ്റോടെ ഒരു പാഷനോടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള പണിയാണ് ഇംഗ്ലീഷ് പഠിക്കൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങൾ കുറേ ടിപ്സ് ഇതുപോലെ സംസാരിക്കും, നിറയെ പ്രോസസ്സ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും. സോ ഞങ്ങളുടെ കോൺവെർസേഷൻ ഇഷ്ടമായാൽ, ഞങ്ങളുടെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ എ ഗ്രേറ്റ് ഡേ.